to the seminar of merits and demerits of computerized accounting. So let us begin with the definition of computerized accounting. Computerized accounting system is an accounting data system that processes the financial transactions as per GAAP to produce reports as per user demands. അതായത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രോസസ്സ് ചെയ്തിട്ട് യൂസറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അതിനെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യണത്. So we'll move to the merits. First one is automation. Since all the calculations are handheld by the software, computerized accounting eliminates many of the mundane and time-consuming processes associated with manual accounting. For example, once issued, invoices are processed automatically, making അക്കൗണ്ടിങ് ലെസ് ടൈം കൺസ്യൂമിങ്. അതായത് നമ്മൾ ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ കാണും നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ, അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സസ് ആർ ഓട്ടോമേറ്റഡ്. തന്നെ ഇപ്പോൾ വോച്ചറൊക്കെ ഇൻവോയ്സസ് ഒക്കെ എൻ്റർ ചെയ്തെന്നാൽ പിന്നെ അതൊക്കെ പ്രോസസ്സ് ചെയ്യണം ഓട്ടോമാറ്റിക് ആയിരിക്കും ഇങ്ങനത്തെ സോഫ്റ്റ്വെയറിൽ. പിന്നെ അക്യുറസി. ദിസ് അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് ഡിസൈൻ ടു ബി അക്യുറേറ്റ് ടു ദ മൈന്യൂട്ടസ്റ്റ് ഡീറ്റെയിൽ. Once the data is entered into the system, all the calculations including additions and subtractions are done automatically by software. ഇപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഹ്യൂമൻ ഇങ്ങനെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ്ങിൽ ആക്യുറേറ്റ് ആയിരിക്കും, ഒരു എററിൻ്റെ ചാൻസ് കാണത്തില്ല. ഡേറ്റ പിന്നെ എൻ്റർ ചെയ്തെന്ന കാൽക്കുലേഷൻസിൻ സബ്ട്രാക്ഷൻ പിന്നെ അഡീഷൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. നമ്മളതിനെക്കുറിച്ച് വലിയ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ റിലീവ് മോണോട്ടോമി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് റെഡ്യൂസസ് എ മോണോട്ടോണി ഓഫ് ഡൂയിങ് റെപ്പിറ്റേറ്റീവ് അക്കൗണ്ടിങ് ജോബ്സ് ടയർസം ആൻഡ് ടൈം കൺസ്യൂമിങ്. പറഞ്ഞ പോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊക്കെ തന്നെ സോഫ്റ്റ്വെയർ ചെയ്തോളും. Next is data access. Using accounting software, it becomes much easier for different individuals to access accounting data outside of the office securely. ഡേറ്റയുടെ ആക്സസ് നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പേപ്പറിലൊക്കെ ആയിരിക്കും, അതൊക്കെ എവിടെ വെക്കണേന്നൊക്കെ ഒരു ഓർഡറൊക്കെ ഇല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇത് സോർട്ട് ചെയ്ത് ഓർഡറിലായിരിക്കും വെച്ചേക്കണം. അതുകൊണ്ട് ആക്സസ് ചെയ്യാനും മാത്രമല്ല സെക്യൂറായിട്ട് നമുക്ക് ബാക്കപ്പ് ഒക്കെ വെക്കാനും എളുപ്പമായിരിക്കും. പിന്നെ റിലയബിലിറ്റി. ബിക്കോസ് ദ കാൽക്കുലേഷൻസ് ആർ സോ അക്യുറേറ്റ്, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് ആർ ഹൈലി റിലയബിൾ. അതായത് നമുക്ക് എറർ കാണിയാൽ അതുകൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് ഇത് വിശ്വസിക്കാൻ പറ്റും. സ്കെയിലബിൾ. വെൻ എ കമ്പനി ഗ്രോസ് amount of accounting necessary not only increases but becomes more complex. With computerized accounting, everything is kept straightforward because shifting to the data using software is easier than shifting through a bunch of papers. അതായത് പറഞ്ഞ പോലെ തന്നെ നമുക്കാണെങ്കിൽ കമ്പനി വളർന്ന അനുസരിച്ച് അവിടെയുള്ള ട്രാൻസാക്ഷൻസ് കൂടും, പിന്നെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യേണ്ടതൊക്കെ കൂടും. അപ്പം അത് കാരണം നമുക്ക് ഓരോ ഡേറ്റ തമ്മിൽ സോർട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ. പക്ഷേ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആയതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും, കാരണം ഇതൊക്കെ ഓർഡറിലായിരിക്കും വെച്ചേക്കണം, നമുക്ക് ആക്സസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ. അക്കൗണ്ട് ബാലൻസസ് വിൽ ഓൾവേസ് ബി അപ് ടു ഡേറ്റ് സിൻസ് ദ റെക്കോർഡ്സ് ആർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആസ് ആൻഡ് വെൻ അക്കൗണ്ടിങ് ഡേറ്റ ഈസ് എൻറ്റേർഡ് ഓർ സ്റ്റോർ. അപ് ടു ഡേറ്റ് ആയിരിക്കും ഇത്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ട് അപ്പം തന്നെ ഇത് ട്രാൻസാക്ഷൻസിലൊക്കെ അപ്ഡേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഈസിലി അവൈലബിൾ ആയിരിക്കും. So the next is speed. Using accounting software, the entire process of preparing accounts become faster. Furthermore, statements and reports can be generated instantly at the click of a button. Managers do not have to wait for hours, even days, to lay their hands on an important report. അതായത് നമ്മളിത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുമ്പം മെയിനായിട്ടൊരു സംഭവമാണ് സ്പീഡ്. അതായത് പ്രോസസ്സൊക്കെ ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ തന്നെ അധികം താമസം എടുക്കുകയില്ല വൺസ് ഇൻപുട്ട് ഈസ് എൻറ്റേർഡ്. സോ ഇറ്റ് ഈസ് മോർ ഫാസ്റ്റർ ദാൻ ഹ്യൂമൻസ്. Security. Latest data can be saved and stored in off-site locations, so it is safe from natural and man-made disasters like earthquakes, fire, floods, arson and terrorist attacks. In case of a disaster, the system can be quickly restored on other computers. This level of precaution is taken by clever accounting. പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൻ്റെ
ബാക്കപ്പ് ഒക്കെ വെക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു ഡിസാസ്റ്റർ എന്തെങ്കിലും പറ്റി ഡേറ്റയൊക്കെ ലോസ് ആയിരുന്നാലും നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്. സിൻസ് യൂസിങ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ പേപ്പർ ബേസ്ഡ് അക്കൗണ്ടിങ്, ദെൻ നാച്ചുറലി വർക്ക് വിൽ ബി ഡൺ ഫാസ്റ്റർ ആൻഡ് ടൈം വിൽ ബി സേവ്ഡ്. അതായത് നമ്മളിപ്പോൾ കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ചെയ്യുകയാണ്. പിന്നെ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ അപ്പം തന്നെ ഓരോ ട്രാൻസാക്ഷനിലും റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ട് ടൈം സേവിങ് കുറേ ഉണ്ടാവും. ഇത് കാരണം ടൈം സേവിങ് ഉള്ളതുകൊണ്ട് തന്നെ കോസ്റ്റ് സേവിങ്ങും ആയിരിക്കും. കാരണം ഇതിലിങ്ങനെ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. അക്കൗണ്ട്സ് ഒക്കെ കമ്പ്യൂട്ടറിൽ നമ്മൾ വോളിയം അധികം എടുക്കുകയില്ല. അതുകൊണ്ട് കോസ്റ്റ് സേവിങ്ങിൻ്റെ ഒരു ഫീച്ചറും കൂടെ അവിടെ വരുന്നുണ്ട്. പിന്നെ വിഷ്വൽസ്. വ്യൂയിങ് യുവർ അക്കൗണ്ട്സ് യൂസിങ് എ കമ്പ്യൂട്ടർ അലൗസ് യു ടു ടേക്ക് അഡ്വാൻറ്റേജ് of the option to view your data in different formats. You can view data in tables and using different types of charts. നമുക്ക് ഇപ്പോൾ ഡേറ്റ വെച്ചിട്ടൊരു പ്രസൻറ്റേഷൻ തന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചു. അതൊക്കെ നമുക്ക് പേപ്പറിൽ ചെയ്യണേക്കാളും നല്ലത് നമ്മളൊരു കമ്പ്യൂട്ടറിൽ നല്ല വിഷ്വലൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും ആൾക്കാർക്ക്. പിന്നെ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡിസഡ്വാൻറ്റേജസ്. ഹെവി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ. കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് needs replacing and software needs to be updated from time to time with the availability of newer versions. ഇപ്പം അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരും. മാത്രമല്ല ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ ടെക്നോളജി മാറുന്നതനുസരിച്ച് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇത് മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ ഈ ചേഞ്ചസിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ് ആയിരിക്കും when compared to manual accounting. And cost of training. To ensure effective and efficient use of computerized system of accounting, newer versions of hardware and software are introduced. This requires special training and cost is incurred to train the staff personnel as specialists. നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അതിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടതിനെ പറ്റി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. എന്നാലേ അവർ അധികം മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ റിപ്പോർട്ട്സൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ദ എംപ്ലോയീസ് ഹാവ് ടു ബി ഇൻകേർഡ്. So next is fear of unemployment. Reflects the feelings of the staff on the introduction of computerized accounting system. The staff fears redundancy and shows less interest in computers. സോ നമ്മൾക്കറിയാം ഇപ്പം മാനുവൽ അക്കൗണ്ടിങ് ഇപ്പം കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിങ് കൊണ്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ മാനുവൽ അക്കൗണ്ടിങ് അത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് കാരണം മാനുവൽ അക്കൗണ്ടിങ് ചെയ്തവരുടെ ജോലി ഇപ്പോൾ പോയി. അത് കാരണം ഇപ്പം അത് ചെയ്യണ ആൾക്കാർ ഇതിലേക്ക് മാറാൻ ഇൻട്രസ്റ്റ് അധികം കാണിക്കുകയില്ല. കാരണം അവരുടെ ജോലി പോകുമെന്നുള്ള പേടി അവർക്ക് കാണും. പിന്നെ ഡിസ്റപ്ഷൻ ഇൻ വർക്ക്. When computerized system is introduced, there might be loss in the work time and certain changes in the working environment. ഇപ്പോൾ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയത്തിൽ എഫിഷ്യൻസി കുറയും. System failure. The danger of a system crashing due to some failure in hardware can lead to subsequent loss of work. This occurs when no backup is retained. നമ്മളിപ്പോൾ ബാക്കപ്പ് ഇല്ലാണ്ട് ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റി സിസ്റ്റം ഫെയിലിയർ ആണ്, ക്രാഷ് ആയെന്ന ഡേറ്റ ലോസ് ആവും. അപ്പോൾ അങ്ങനെ ഡേറ്റ ലോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ടൈം കൺസ്യൂമിങ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ലോസ് ഓഫ് വർക്ക് അറ്റ് ദ ടൈം ഓഫ് സിസ്റ്റം ഫെയിലിയർ, there is a need to provide backup arrangement which is a time consuming process. അതായത് ഇത് ഡേറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം എടുക്കണ പരിപാടിയാണ്. കാരണം അപ്ലോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പിന്നെ അൺആൻറ്റിസിപ്പേറ്റഡ് എറേഴ്സ് നോട്ട് നോൺ. അൺലൈക്ക് ഹ്യൂമൻ ബീങ്സ്, computers do not have the capability to judge or detect unanticipated errors in the system. ഇപ്പം നമുക്ക് ഇപ്പം എന്തെങ്കിലും എറർ ഇപ്പോൾ സംഭവിക്കും നമുക്ക് ഒരു മുൻധാരണ കാണും. പക്ഷേ കമ്പ്യൂട്ടേഴ്സ് അങ്ങനെയല്ല. അത് നമ്മൾ ഇപ്പോൾ സിസ്റ്റം ക്രാഷ് ആകാൻ പോകാമെന്ന് വെച്ചോ, നമുക്ക് അറിയാൻ പറ്റിയല്ല. ക്രാഷായി കഴിഞ്ഞാൽ നമ്മൾ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അറിയാത്ത എറേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബ്രീച്ചസ് ഓഫ് സെക്യൂരിറ്റി. ദ ഡേഞ്ചർ ഓഫ് വൈറസ് ആൻഡ് ഹാക്കിംഗ് ഇൻ ടു ദ സിസ്റ്റം from outside creates a strong need for security of system.
Similarly, the person who has created a specific program can easily defraud by tampering with the original records. ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റംസിന് ഫേസ് ചെയ്യണ ഒരു ബുദ്ധിമുട്ടാണ് വൈറസ് ഹാക്കിങ്. അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ ഡേറ്റ പോകാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ സോഫ്റ്റ്വെയർ അതുണ്ടാക്കിയ ആൾക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയായിരിക്കും. ഇപ്പോൾ പുള്ളിക്ക് ഇത് ഹാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ ചോർത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും, ആക്സസ് ഉണ്ടെങ്കിൽ ഇൻ കേസ്. For watching this video, hope you enjoyed it, and special thanks to Sharon Miss for providing us an opportunity to conduct the seminar. Thanks.